സഞ്ചരിക്കുന്ന സക്രാരിയും മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന വാഗ്ദാനം അനുസരിച്ച് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധ എവുപ്രാസ്യമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് എവുപ്രാസ്യമ്മയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മയുടെ നിരന്തരമായ മാധ്യസ്ഥ ശക്തിയാൽ ദൈവീക കൃപകൾ സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ എവുപ്രാസ്യമ്മയോട് എനിക്ക് വലിയ അടുപ്പമോ ഭക്തിയോ ഉണ്ടാകാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം മാറി ഒരു അടുപ്പത്തിലേക്കും ഭക്തിയിലേക്കും വന്നത് 2014 2014 റോമിൽ ദൈവശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിശുദ്ധ എവുപ്രാസ്യമ്മയെ വിശുദ്ധയാക്കാനുള്ള ഡിഗ്രിയിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒപ്പുവെക്കുന്നതും നാമകരണത്തിന്റെ തീയതി പ്രഖ്യാപിക്കുന്നതും. സ്വാഭാവികമായ ഒരു തൃശൂർക്കാരൻ എന്ന നിലയിൽ എനിക്ക് വലിയ അഭിമാനമുണ്ടായി. ഒപ്പം സ്വാർത്ഥമായിട്ടുള്ള ഒരാഗ്രഹവും. ഞാൻ ഇപ്രകാരം എവുപ്രാസ്യമ്മയോട് പ്രാർത്ഥിച്ചു, ഈ നാമകരണത്തിന്റെ വിശുദ്ധ കുർബാനയിൽ ഡീക്കനായി ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് തന്നിരുന്നെങ്കിൽ. അതെന്റെ വ്യക്തിപരമായിട്ടുള്ളൊരു പ്രാർത്ഥനയായിരുന്നു. നാമകരണത്തിന് ഒരാഴ്ച മുൻപ് എനിക്കൊരു എഴുത്ത് ലഭിച്ചു. അത് പേപ്പൽ സെറിമണി മാസ്റ്റർ ആയിട്ടുള്ള മോൺസിഞ്ഞോർ ഗുയിഡോ മരീനിയുടെ കത്താണ്. എനിക്കും എന്റെ സുഹൃത്തായ ബഹുമാനപ്പെട്ട പ്രതീഷ് കല്ലറക്കലച്ചനും അന്നത്തെ നാമകരണ തിരുനാളിൽ പങ്കെടുക്കാൻ ഡീക്കൻ ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു അവസരത്തിന്റെ കത്തായിരുന്നു. വിശുദ്ധ എവുപ്രാസ്യമ്മയോടുള്ള എന്റെ അടുപ്പം ആരംഭിക്കുന്നത് ആ നിമിഷം മുതലാണ്. ഈ നാമകരണ ശുശ്രൂഷയിൽ പല വിധത്തിൽ സഹായിച്ചതുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്പീരിയർ സിസ്റ്റർ അതിന്റെ അവസാനത്തിൽ ഞങ്ങൾക്ക് സമ്മാനമായിട്ട് എവുപ്രാസ്യമ്മയുടെ ഒരു തിരുശേഷിപ്പ് തന്നു. അപ്പം ചാവർ പിതാവിന്റെയും തിരുശേഷിപ്പ് അത് ജീവിതത്തിൽ ലഭിച്ച വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണ്ട് ഇപ്പോഴും കൊണ്ടു നടക്കുന്ന തിരുശേഷിപ്പുകളാണ്. പിന്നീട് 2015 തിരുപ്പട്ടം സ്വീകരിച്ചപ്പോൾ എനിക്ക് ആദ്യം ലഭിച്ച ഇടവക ഒല്ലൂര് റഫായേൽ മാലാഖയുടെ ഇടവകയാണ്. എന്നെ ഏറെ സന്തോഷിപ്പിച്ച കാര്യം തൊട്ടടുത്ത് എവുപ്രാസ്യമ്മയുടെ കബറിടം ഉണ്ടല്ലോ എന്ന ചിന്തയായിരുന്നു. ഉച്ചഭക്ഷണം കഴിച്ച് ഏകദേശം 2-2:30 ഞാൻ ഒല്ലൂരിൽ നിന്നും എവുപ്രാസ്യമ്മയുടെ കോൺവെന്റിലേക്ക് വരിക പതിവായിരുന്നു. എവുപ്രാസ്യമ്മയുടെ കബറിടത്തിനടുത്ത് വെറുതെ വന്നിരിക്കും. ഞാൻ ഇരിപ്പ് കണ്ടിട്ട് ഒരു ദിവസം സിസ്റ്റർ റാണി ജോർജ് എന്നോട് പറഞ്ഞു, അച്ഛൻ എവുപ്രാസ്യമ്മയുടെ മുറി കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, മുറിയൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എനിക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ദിവസം സിസ്റ്റർ റാണി ജോർജ് എന്നെ ആ മുറിയിൽ കൊണ്ടുപോയി ഇരുത്തി. 2-3 മണിക്കൂർ ആ മുറിയിൽ ഞാൻ പോയിരുന്ന് പ്രാർത്ഥിച്ചു. അതും വലിയ ഒരു ആത്മീയ അനുഭവമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരുന്ന ഒരു ചിന്ത, ഈ കൊച്ചാശ്രമ ദേവാലയത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ, ഈ കർമ്മലീത്ത സന്യാസ സഭ കോൺവെന്റിന്റെ 4 ചുവരുകൾക്കുള്ളിൽ താമസിച്ചിരുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ എങ്ങനെയാണ് അൽത്താരയിൽ വണങ്ങുവാൻ വേണ്ടി മാത്രം യോഗ്യത നേടിയത്? എന്നെപ്പോഴും ചിന്തിപ്പിച്ചിരുന്ന ചോദ്യമാണ്. ആരാണ് യഥാർത്ഥത്തിൽ ഒരു വിശുദ്ധൻ, ഒരു വിശുദ്ധ? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മൾ സൂക്ഷിച്ചു വായിക്കുമ്പോൾ ആരാണ് ഒരു വിശുദ്ധൻ, വിശുദ്ധ എന്ന് സൂചിപ്പിക്കുന്ന 3 സൂചനകൾ നമുക്ക് ലഭിക്കും. അതിൽ ഒന്നാമത്തെ സൂചന, സ്വന്തം ജീവിതം ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയിൽ ജീവിച്ചു തീർത്തവരാണ് വിശുദ്ധര്. സ്വന്തം ജീവിതം ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയിൽ, സ്നേഹത്തിൽ ജീവിച്ചു തീർത്തവരാണ് നമ്മുടെ വിശുദ്ധര്. 1877 ഒക്ടോബർ മാസം 17-ാം തീയതി അവിഭക്ത തൃശൂർ അതിരൂപതയിലെ കാട്ടൂർ എന്ന ഗ്രാമത്തിൽ അന്തോണിയുടെയും കുഞ്ഞീത്തിയുടെയും മകളായി ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ ആ കുഞ്ഞിന് അവര് നൽകിയ പേര് റോസ എന്ന പേരാണ്. വിശുദ്ധ റോസ സൗത്ത് അമേരിക്കയിലെ പ്രഥമ തദ്ദേശീയ വിശുദ്ധയാണ്. കുഞ്ഞുനാളിലെ റോസയുടെ അമ്മ വിശുദ്ധ റോസയുടെ ജീവചരിത്രം
കുഞ്ഞു റോസയ്ക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഈ ജീവചരിത്രം കേട്ട കുഞ്ഞു റോസ വിശുദ്ധ റോസയുടെ ജീവിതത്തിലെ 3 കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ സ്വാംശീകരിച്ചിരുന്നു. അതിലൊന്ന് പുണ്യങ്ങൾ അഭ്യസിക്കാനുള്ള ആഗ്രഹമായിരുന്നു. 2, ഈശോയെ പ്രതി സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള ആഗ്രഹമായിരുന്നു. 3, ഒരു വിശുദ്ധയായി തീരണം എന്ന ആഗ്രഹമായിരുന്നു. പുണ്യങ്ങൾ അഭ്യസിക്കാനുള്ള ആഗ്രഹം, സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള ആഗ്രഹം, ഒരു വിശുദ്ധയാകാനുള്ള ആഗ്രഹം. ഇത് 3ഉം സാധിക്കാൻ വേണ്ടി ഒരു സന്യാസിനിയായി തീരണമെന്ന് കുഞ്ഞു റോസ അഭിലഷിച്ചു. അതിന് സ്ഥിരീകരണം ലഭിച്ചത് 9ാമത്തെ വയസ്സിലാണ്. 9ാമത്തെ വയസ്സിൽ പരിശുദ്ധ അമ്മ ഒരു ദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കുഞ്ഞു റോസയോട് പറയാണ്, മാലാഖമാരോട് ചേർന്ന് നീ ഈശോയെ ആരാധിക്കണം. മാലാഖമാരോട് ചേർന്ന് നീ ഈശോയെ ആരാധിക്കണം. ആ നിമിഷം മുതൽ കുഞ്ഞു റോസ അവളുടെ ജീവിതം മുഴുവനും ഈശോയ്ക്ക് സമർപ്പിച്ചു. സമ്പന്നനായ അവളുടെ അപ്പനെ അവളെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അപ്പന്റെ സമ്പത്തിനേക്കാളും ആമാടപ്പെട്ടിയിലെ ആഭരണങ്ങളെക്കാളും അവളെ കൂടുതൽ സ്വാധീനിച്ചത് അവരുടെ ദിവ്യമണവാളനായ ഈശോയുടെ ആത്മീയ സമ്പത്തായിരുന്നു. ഒരു സന്യാസിയാകാൻ അവൾക്ക് അനുവാദം ലഭിച്ച് കർമ്മലീത സന്യാസ സഭയിൽ അവൾ ചേരുകയാണ്. ഈശോയെ പ്രതി വിശ്വസ്തതാപൂർവം ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് തീർത്തവരാണ് ഓരോ വിശുദ്ധരും. 9ാമത്തെ വയസ്സിൽ അവൾ എടുത്ത ആ തീരുമാനത്തോട് മരണം വരെ 100% വിശ്വസ്തത പാലിക്കാൻ വിശുദ്ധ എവുപ്രാസ്യമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. 2ാമത്തെ ഒരു സൂചന ഇപ്രകാരമാണ് CCC നമ്മളെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരാണ് വിശുദ്ധര്. മറ്റൊരു ക്രിസ്തുവാകുന്നവരാണ് വിശുദ്ധര്. വിശുദ്ധ എവുപ്രാസ്യമ്മ മാമോദീസ സ്വീകരിച്ച പള്ളി പരിശുദ്ധ കർമ്മല മാതാവിന്റെ പേരിലുള്ള പള്ളിയാണ്. പരിശുദ്ധ കർമ്മല മാതാവിന്റെ പേരിലുള്ള പള്ളിയിൽ മാമോദീസ സ്വീകരിച്ച റോസ കർമ്മല സഭയിൽ ചേരാനാണ് ആഗ്രഹിച്ചത്. കർമ്മല സഭയിലെ ആധ്യാത്മികത, കാർമലൈറ്റ് സ്പിരിച്വാലിറ്റിയിലൂടെ ദൈവത്തോട് താതാത്മ്യം പ്രാപിക്കാൻ അവൾ ആഗ്രഹിച്ചു. എന്താണ് ഈ കർമ്മലീത്ത ആധ്യാത്മികത, കാർമലൈറ്റ് സ്പിരിച്വാലിറ്റി? ഈ ആധ്യാത്മികത രൂപപ്പെടുത്തുവാൻ സഹായിച്ച കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ ഇപ്രകാരം പറയും: നിരന്തരമായ പ്രാർത്ഥനയിലൂടെ, തപോധിഷ്ഠമായ ജീവിതത്തിലൂടെ, ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് സ്വന്തം ജീവിതം പൂർണ്ണമായി ദൈവഹിതത്തോട് സമർപ്പിക്കുമ്പോൾ ഒരു മനുഷ്യാത്മാവ് ക്രിസ്തുവായി താതാത്മ്യം പ്രാപിക്കും. അങ്ങനെ താതാത്മ്യം പ്രാപിക്കുന്ന മനുഷ്യാത്മാവ് മറ്റൊരു ക്രിസ്തുവായി മാറും. ആൾട്ടർ ക്രിസ്തുസ്, മറ്റൊരു ക്രിസ്തു. വിശുദ്ധ എവുപ്രാസ്യമ്മയെ നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്നത് പ്രാർത്ഥിക്കുന്ന അമ്മ എന്നാണ്.